നമസ്കാരം. ഇക്കണോമിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിലെ എല്ലാ സമ്പദ് വ്യവസ്ഥകളിലും, അത് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റം ആയിരുന്നാലും സോഷ്യലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റം ആയിരുന്നാലും മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം ആയിരുന്നാലും അതുമല്ലെങ്കിൽ ഡെവലപ്ഡ് ഇക്കണോമീസ് ആയിരുന്നാലും ഡെവലപ്പിംഗ് ഇക്കോണമീസ് ആയിരുന്നാലും ഏത് സമ്പദ് വ്യവസ്ഥകളിലും പൊതുവായി ചില സാമ്പത്തിക പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഏത് സമ്പദ് വ്യവസ്ഥകൾക്കും പൊതുവായി ചില സാമ്പത്തിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. വിഭവങ്ങളുടെ ദൗർലഭ്യം മൂലമാണ് ഇത്തരം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ ലോകത്തിലെ എല്ലാ സമ്പദ് വ്യവസ്ഥകളിലും പൊതുവായി കാണപ്പെടുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ്, അതായത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന പേരിലാണ് ഇവയെ നമ്മൾ അറിയപ്പെടുന്നത്. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ എത്രയായാണ് തരംതിരിക്കുന്നത്? 3 ആയിട്ട്. ഏതൊക്കെയാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ? വാട്ട് ടു പ്രൊഡ്യൂസ്, എന്തുൽപ്പാദിപ്പിക്കണം; ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം; ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, അഥവാ ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിലെ ഈ 3 ചോദ്യങ്ങൾക്കും ഓരോ സമ്പദ് വ്യവസ്ഥകളും, ലോകത്ത് നിലനിൽക്കുന്ന ഓരോ സമ്പദ് വ്യവസ്ഥകളും എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തുന്നത് എന്നതിനെ കുറിച്ചാണ്, അതായത് സൊല്യൂഷൻസ് ടു ദി സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലോകത്ത് എത്ര തരം സമ്പദ് വ്യവസ്ഥകളാണ് നിലനിൽക്കുന്നത്? 3 തരം സമ്പദ് വ്യവസ്ഥകളാണ്, അല്ലേ? ഏതൊക്കെയാണവ? ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ. ഈ 3 സമ്പദ് വ്യവസ്ഥകളെക്കുറിച്ചും അവയുടെ ചില സവിശേഷതകളെക്കുറിച്ചും നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ. ഈ സവിശേഷതകൾ കാണിക്കുന്ന ഒരു വർക്ക്ഷീറ്റാണ് ഇവിടെ തരുന്നത്. ഈ വർക്ക്ഷീറ്റിൽ 3 കോളങ്ങൾ ഉണ്ട്. ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് സോഷ്യലിസം എന്നതാണ്. അവിടെ സോഷ്യലിസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സോഷ്യലിസത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആ കോളം ബ്ലാങ്ക് ആണ്. മൂന്നാമത്തെ കോളത്തിൽ ക്യാപിറ്റലിസത്തിൻ്റെ സിസ്റ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ കോളത്തിൽ ലോകത്തിലെ വിവിധ സമ്പദ് വ്യവസ്ഥകളിൽ നിലനിൽക്കുന്ന സവിശേഷതകളാണ് രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സവിശേഷതകളിൽ ഓരോന്നും നമ്മൾ ക്യാപിറ്റലിസത്തിൻ്റെ സവിശേഷതയെന്നും സോഷ്യലിസത്തിൻ്റെ സവിശേഷതയെന്നും നമ്മൾ വേർതിരിച്ച് ലിസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നതാണ്. സ്വകാര്യ സ്വത്താണ്. വ്യക്തികൾക്ക് സ്വത്ത് കൈവശം വെക്കാനുള്ള അനുവാദമുള്ളത് അല്ലെങ്കിൽ അവകാശമുള്ളത് സോഷ്യലിസത്തിലാണോ ക്യാപിറ്റലിസത്തിലാണോ? തീർച്ചയായും അത് ക്യാപിറ്റലിസത്തിലെ സവിശേഷതയാണ്. അതുകൊണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നതിനെ നമ്മൾ ഏത് കോളത്തിൽ രേഖപ്പെടുത്തുന്നു? ക്യാപിറ്റലിസത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷതയായി രേഖപ്പെടുത്തുന്നു. ഇനി രണ്ടാമത് തന്നിരിക്കുന്നത് പബ്ലിക് പ്രോപ്പർട്ടി എന്ന സവിശേഷതയാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ക്യാപിറ്റലിസത്തിലെ സവിശേഷതയാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും പബ്ലിക് പ്രോപ്പർട്ടി എവിടുത്തെ സവിശേഷതയാണ്? സോഷ്യലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റത്തിലെ സവിശേഷതയാണ്. അങ്ങനെയാണെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടി എന്നത് എവിടെ നമ്മൾക്ക് രേഖപ്പെടുത്തണം? സോഷ്യലിസത്തിലെ സവിശേഷതയായി രേഖപ്പെടുത്തണം. ഇങ്ങനെ മൂന്നാമത്തെ കോളത്തിലുള്ള ബാക്കി സവിശേഷതകളും നമുക്ക് ക്യാപിറ്റലിസത്തിൻ്റെതെന്നും സോഷ്യലിസത്തിൻ്റെതെന്നും ലിസ്റ്റ് ചെയ്യാം. അടുത്തത് പ്രോഫിറ്റ് മോട്ടീവാണ്. ലാഭേച്ഛ, ലാഭം എന്ന ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ ലാഭം എന്ന ലക്ഷ്യം നേടുന്നതിന് വേണ്ടി പ്രവർത്തനം നടക്കുന്നു. അത് ക്യാപിറ്റലിസത്തിൻ്റെ സവിശേഷതയാണ്. അതുകൊണ്ട് നമ്മൾ അത് ക്യാപിറ്റലിസത്തിൽ ലിസ്റ്റ് ചെയ്യുന്നു. അടുത്തത് വെൽഫെയർ മോട്ടീവാണ്. ക്ഷേമം എന്ന ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് സോഷ്യലിസ്റ്റ് ഇക്കോണമീസ് ആണ്. അതുകൊണ്ട് സോഷ്യലിസം
എന്ന കോളത്തിലാണ് നമ്മളത് ലിസ്റ്റ് ചെയ്യുന്നത്. ലെസ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ല അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ കുറവാണ് എന്നുള്ളത് ക്യാപിറ്റലിസത്തിൻ്റെ സവിശേഷതയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും മോർ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ എന്നത് എവിടുത്തെ സവിശേഷതയായിരിക്കും? സോഷ്യലിസത്തിലെ സവിശേഷത ആയിരിക്കും. അടുത്തത് എക്സിസ്റ്റൻസ് ഓഫ് പബ്ലിക് സെക്ടറാണ്. പൊതുമേഖല, ധാരാളം പൊതുമേഖല കാണപ്പെടുന്നത് സോഷ്യലിസത്തിൻ്റെ സവിശേഷതയാണ്. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് സെക്ടർ എന്നത് എവിടുത്തെ സവിശേഷതയായിരിക്കും? ക്യാപിറ്റലിസത്തിലെ സവിശേഷതയായിരിക്കും. ഇപ്പോൾ നമ്മൾക്ക് ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെതുമായ സവിശേഷതകളാണ് ഈ ലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ മിക്സഡ് ഇക്കണോമിക് സിസ്റ്റത്തിലെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ കാണിക്കുന്ന ഒരു ചാർട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ 3 സമ്പദ് വ്യവസ്ഥകളെയും ഒന്ന് നിർവചിക്കാൻ ശ്രമിക്കാം. എന്താണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റം, എന്താണ് സോഷ്യലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റം, എന്താണ് മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം എന്ന് നമുക്ക് നിർവചിക്കാൻ ശ്രമിക്കാം. നമ്മൾ സോഷ്യലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റത്തിൻ്റെ സവിശേഷതകൾ, ഫീച്ചേഴ്സുകൾ ലിസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് തോന്നിയ 2 സവിശേഷതകൾ, ഒന്ന് പബ്ലിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പൊതുവായ സ്വത്തവകാശം എന്നതും വെൽഫെയർ മോട്ടീവ് എന്നതുമാണ്. ഈ 2 സവിശേഷതകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ബാക്കി സവിശേഷതകളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിലനിൽക്കുന്ന സവിശേഷതകളാണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് സോഷ്യലിസത്തെ എങ്ങനെ നിർവചിക്കാൻ സാധിക്കും? പബ്ലിക് പ്രോപ്പർട്ടി നിലനിൽക്കുന്നത്, അതായത് സ്വത്തുക്കൾ ഗവൺമെൻറ്റിൻ്റെയോ പൊതുസമൂഹത്തിൻ്റെയോ ഉടമസ്ഥാവകാശത്തിലുള്ളതും ആ റിസോഴ്സസുകൾ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതുമായ, വെൽഫെയർ മോട്ടീവിന് വേണ്ടി ഉപയോഗിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥകളെയാണ് എന്തെന്ന് പറയുക? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥകൾ എന്ന് പറയുക. അപ്പോൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, എന്താണ്? സ്വത്ത് അല്ലെങ്കിൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വിഭവങ്ങൾ ഗവൺമെൻറ്റിൻ്റെയോ പൊതുസമൂഹത്തിൻ്റെയോ ഉടമസ്ഥാവകാശത്തിലുള്ളതും ആ വിഭവങ്ങൾ പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥകളെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? സോഷ്യലിസ്റ്റിക് ഇക്കണോമിക് സിസ്റ്റം എന്ന പേരിൽ വിളിക്കുന്നത്. സോ വി ക്യാൻ ഡിഫൈൻ ഇറ്റ് ഈസ് എൻ ഇക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ഇറ്റ്സ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ഗവൺമെൻറ് ഫോർ വെൽഫെയർ മോട്ടീവ്, ദാറ്റ് ഈസ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. അതായത് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ വിഭവങ്ങൾ മുഴുവനും ആ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഉടമസ്ഥാവകാശത്തിലുള്ളതും ആ വിഭവങ്ങൾ ആ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥകളെയാണ് സോഷ്യലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റം എന്ന പേരിൽ വിളിക്കുന്നത്. സോഷ്യലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റത്തിന് ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ഡിസ്ഇൻറ്റഗ്രേഷൻ നടന്ന USSR എന്ന് പറയുന്നത്. ഡിസ്ഇൻറ്റഗ്രേറ്റഡ് USSR ഓർ ദ എർസ്റ്റ്വൈൽ USSR വാസ് ദ ഗുഡ് എക്സാമ്പിൾ ഓഫ് സോഷ്യലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റം. ഇനി നമുക്ക് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റം എന്താണ് എന്ന് നിർവചിക്കാൻ ശ്രമിക്കാം. നമ്മൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റത്തിന്റെ സവിശേഷതകൾ പരിശോധിച്ചപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സവിശേഷതകളാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നതും പ്രോഫിറ്റ് മോട്ടീവ് എന്നതും. ഈ 2 സവിശേഷതകളെ സപ്പോർട്ട് ചെയ്യുന്ന സവിശേഷതകളാണ് ബാക്കിയുള്ളവ. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ക്യാപിറ്റലിസത്തെ എങ്ങനെ നിർവചിക്കാൻ സാധിക്കും? സ്വകാര്യ സ്വത്തവകാശമുള്ളതും, അതായത് വ്യക്തികളുടെ ഉടമസ്ഥതയിലായിരിക്കും സ്വത്തുക്കളുള്ളത്. ഈ റിസോഴ്സ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി, ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടി വിനിയോഗിക്കുവാൻ കഴിയുന്നതുമായ സമ്പദ് വ്യവസ്ഥകളെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകൾ അഥവാ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റം എന്ന പേരിൽ വിളിക്കാവുന്നത്. സോ ഇറ്റ് ഈസ് എൻ ഇക്കണോമിക് സിസ്റ്റം in which its means of production are owned and operated by private individuals for profit motive. അപ്പോൾ ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്വകാര്യ വ്യക്തികൾ സമ്പത്ത് കൈവശം വെക്കുന്നതിനെയാണ്, അങ്ങനെയുള്ള ഇക്കണോമിക് സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകൾ എന്ന പേരിൽ വിളിക്കുന്നത്. ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റത്തിന് ഏറ്റവും നല്ല ഉദാഹരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അഥവാ USA ആണ്. ഇനി നമുക്ക് മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം എന്താണ് എന്ന് പരിശോധിക്കാം. എന്താണ് മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം? ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും സവിശേഷതകൾ ഒരേ സമയം കാണപ്പെടുന്ന സമ്പദ് വ്യവസ്ഥകളെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എൻ ഇക്കണോമിക് സിസ്റ്റം വിച്ച് കമ്പൈൻസ് ദ ആസ്പെക്ട്സ് ഓഫ് ബോത്ത് സോഷ്യലിസം ആൻഡ് ക്യാപിറ്റലിസം. ഈ 3 തരം സമ്പദ് വ്യവസ്ഥകളിലും എങ്ങനെയാണ് സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസിന് എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തുന്നത് എന്ന് പരിശോധിക്കാം. നമ്മൾ സോഷ്യലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റത്തിൻ്റെ നിർവചനത്തിൽ കണ്ടു, അവിടെ വിഭവങ്ങളും ഉൽപാദന സംവിധാനങ്ങളും ഗവൺമെൻറ്റിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് ഇത്തരം സമ്പദ് വ്യവസ്ഥകളിൽ
ഉൽപാദനത്തെ സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. സോ ഗവൺമെന്റ് ഈസ് ദ കീ ഡിസിഷൻ മേക്കിംഗ് യൂണിറ്റ് ഇൻ എ സോഷ്യലിസ്റ്റ് ഇക്കോണമി. ഒരു സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ ഗവൺമെന്റ് ആണ് ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ ഉൽപാദനം കുറവാണ് എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കുന്നു എന്ന് സങ്കല്പിക്കുക. എക്സ് എന്ന സാധനത്തിന്റെ ഉൽപാദനം കുറവാണ് എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കി. ഉടൻ തന്നെ ഗവൺമെന്റ് ഉൽപാദനത്തിൽ ഇടപെടുകയും അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും എക്സ് എന്ന സാധനത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഗവൺമെന്റ് നോക്കിയപ്പോൾ എക്സ് എന്ന സാധനത്തിന്റെ ഉൽപാദനം കുറവായിരുന്നു. അപ്പോൾ ഗവൺമെന്റ് ഉൽപാദന പ്രക്രിയയിൽ ഇടപെടുന്നു, എക്സ് എന്ന സാധനത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു സോഷ്യലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റത്തിൽ ഏത് സാധനമാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നും ആ സാധനം ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണമെന്നും അതിന് ഏത് ടെക്നോളജിയാണ് സ്വീകരിക്കേണ്ടത്, ഏത് സാങ്കേതിക വിദ്യയാണ് സ്വീകരിക്കേണ്ടത് എന്നും തീരുമാനിക്കുന്നത് അവിടുത്തെ ഗവൺമെന്റ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന ടോപ്പിക്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ലഭ്യമാകുന്ന വിവിധ പ്രൊഡക്ഷൻ പോസിബിലിറ്റികളെക്കുറിച്ച് അഥവാ ഉൽപാദന സാധ്യതകളെക്കുറിച്ച് പഠിച്ചു. ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ആ സമ്പദ് വ്യവസ്ഥയ്ക്ക് ലഭ്യമാകുന്ന വിവിധ ഉൽപാദന സാധ്യതകളിൽ നിന്ന് ഒരു ഉൽപാദന സാധ്യതയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തിൽ ഏത് ഉൽപാദക സാധ്യത തിരഞ്ഞെടുത്ത് ഉൽപാദനം നടത്തണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് അവിടുത്തെ ഗവൺമെന്റ് ആയിരിക്കും. അതിനനുസരിച്ചാണ് അവിടുത്തെ റിസോഴ്സ് അലൊക്കേഷൻ അഥവാ വിഭവ വിഭജനം നടത്തുന്നത്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങൾ ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ സമ്പദ് വ്യവസ്ഥയിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അഥവാ ആ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം ഏറ്റവും ഉയർത്താൻ പ്രാപ്തമായ രീതിയിൽ വിതരണം ചെയ്യേണ്ട ചുമതലയും സോഷ്യലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റത്തിൽ ഗവൺമെന്റുകൾക്കാണ്. ചുരുക്കത്തിൽ ഒരു സോഷ്യലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റത്തിൽ ഉൽപാദനവും വിതരണവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് ഗവൺമെന്റാണ്. അതായത് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നിവയുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത് ആ രാജ്യത്തെ ഗവൺമെന്റിനാണ്. ഏത് സംവിധാനത്തിലൂടെയാണ് ഗവൺമെന്റ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത്? സോഷ്യലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റത്തിൽ നിലനിൽക്കുന്ന സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിലൂടെയാണ്. സോഷ്യലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റങ്ങളിൽ കേന്ദ്രീകൃതമായ ആസൂത്രണ സംവിധാനം നിലനിൽക്കുന്നു. അപ്പോൾ സോഷ്യലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റങ്ങളിൽ നിലനിൽക്കുന്ന കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിലൂടെയാണ് അഥവാ സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിലൂടെയാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത്. അതുകൊണ്ട് സോഷ്യലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റങ്ങളെ നമ്മൾ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. സോഷ്യലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റങ്ങളിൽ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത് ഗവൺമെന്റ് ആണ്. ഏത് സംവിധാനത്തിലൂടെയാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത്? സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിലൂടെയാണ്, കേന്ദ്രീകൃതമായ ആസൂത്രണത്തിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ സോഷ്യലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റത്തെ ഏത് പേരിൽ കൂടി അറിയപ്പെടുമെന്നാണ് പറയുന്നത്? സെൻട്രലി പ്ലാൻഡ് ഇക്കോണമീസ് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. അടുത്തതായി എങ്ങനെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകളിൽ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസിന് പരിഹാരം കണ്ടെത്തുന്നത് എന്ന് പരിശോധിക്കാം. ദാറ്റ് ഈസ് സൊല്യൂഷൻസ് ടു ദി സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ് ഇൻ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമീസ്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥകളിൽ നിന്ന് തികച്ചും വിഭിന്നമാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകൾ. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥകളിൽ വിഭവങ്ങളും ഉൽപാദന സംവിധാനങ്ങളും ഗവൺമെന്റ് നിയന്ത്രണത്തിലാണ്. എന്നാൽ ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥകളിൽ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകളിൽ വിഭവങ്ങളും ഉൽപാദന സംവിധാനങ്ങളും ഗവൺമെന്റ് നിയന്ത്രണത്തിലാണോ? അല്ല. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകളിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി നിലനിൽക്കുന്ന സംവിധാനങ്ങളാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകളിൽ വിഭവങ്ങളും ഉൽപാദന സംവിധാനങ്ങളും സ്വകാര്യ വ്യക്തികളുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകളിൽ ഗവൺമെന്റ് ആയിരിക്കുകയില്ല ഉൽപാദന സമ്പ്രദായങ്ങളെ നിയോഗിക്കുന്നത്. മാത്രവുമല്ല, ഗവൺമെന്റിന്റെ ഇടപെടൽ താരതമ്യേന കുറവുമാണ് ഇത്തരം സമ്പദ് വ്യവസ്ഥകളിൽ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഒന്നാമത്തെ സവിശേഷതയായി നമ്മൾ പരിഗണിച്ചത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അഥവാ സ്വകാര്യ സ്വത്തവകാശമാണ്. സ്വകാര്യ വ്യക്തികൾക്ക് ഉൽപാദന സംരംഭങ്ങളും വിഭവങ്ങളും ഉൽപാദന സംവിധാനങ്ങളും വിഭവങ്ങളും കൈവശം വെക്കാനുള്ള അനുവാദം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലുണ്ട്. അപ്പോൾ അത്തരം സമ്പദ് വ്യവസ്ഥകളിൽ ഗവൺമെന്റ് ആയിരിക്കുമോ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്നത്? അല്ല. എന്തുകൊണ്ടാണ്? അവിടെ ഉൽപാദന സംവിധാനങ്ങളും
വിഭവങ്ങളും ആരുടെ ഉടമസ്ഥതയിലാണ്? സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലാണ്. അതുകൊണ്ട് ഉൽപാദന സംവിധാനങ്ങളും വിഭവങ്ങളും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലല്ലാത്തത് കൊണ്ട് ഗവൺമെന്റിന് ഉൽപാദനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ സ്വത്തവകാശം നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അഥവാ സ്വകാര്യ വ്യക്തികളായിരിക്കും ഉൽപാദനത്തെ സംബന്ധിച്ചും വിതരണത്തെ സംബന്ധിച്ചും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. എനിക്കൊരു സാധനത്തോട് താല്പര്യമുണ്ട് എങ്കിൽ ഞാൻ ആ സാധനം ഡിമാൻഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ബയർ എന്ന രീതിയിൽ ഞാൻ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് ചെയ്യുന്നു. ഒരു പ്രൊഡ്യൂസർക്ക് ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച് വിറ്റഴിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ അദ്ദേഹം ഒരു ഇൻഡിവിജ്വൽ സെല്ലറാണ്. അപ്പോൾ ആ ഇൻഡിവിജ്വൽ സെല്ലർ എന്ന രീതിയിൽ അയാൾ ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ ബയേഴ്സ് അവരുടെ താല്പര്യം ഡിമാൻഡിലൂടെയും ഇൻഡിവിജ്വൽ സെല്ലേഴ്സ് അവരുടെ താല്പര്യം സപ്ലൈയിലൂടെയും പ്രകടമാക്കുന്നു. അങ്ങനെ ഇവിടെ ഇൻഡിവിജ്വൽ ബയേഴ്സ് അവരുടെ താല്പര്യങ്ങൾ ഡിമാൻഡിലൂടെയും സപ്ലൈയിലൂടെയും പ്രകടമാക്കുന്ന അവരുടെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദനത്തിൻ്റെ തോത് കൂട്ടുകയോ ഉൽപാദനത്തിൻ്റെ തോത് കുറയുകയോ ചെയ്യാം. അപ്പോൾ ഇൻഡിവിജ്വൽ ബയേഴ്സ് എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെല്ലേഴ്സ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ഉൽപാദനത്തിൻ്റെ തോത് കൂടുകയോ ഉൽപാദനത്തിൻ്റെ തോത് കുറയുകയോ ചെയ്യുന്നത്. അതെങ്ങനെ സംഭവിക്കും എന്ന് നമുക്ക് പരിശോധിക്കാം. ഉദാഹരണമായി ഒരു പ്രദേശത്തെ ജനങ്ങൾ ഉയർന്ന അളവിൽ ഗോതമ്പ് ഉപയോഗിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഉയർന്ന അളവിൽ ഗോതമ്പ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഗോതമ്പിൻ്റെ ഡിമാൻഡ് കൂടുതലാണ്. ഗോതമ്പിൻ്റെ ഡിമാൻഡ് കൂടുതലാകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ വിലയിൽ എന്ത് സംഭവിക്കും? അതെ, അതിൻ്റെ വിലയിൽ എന്ത് സംഭവിക്കും? വർധനവ് സംഭവിക്കും. ഗോതമ്പിൻ്റെ വില വർദ്ധിക്കും. ഈ ഗോതമ്പിൻ്റെ വില വർദ്ധിക്കുമ്പോൾ അത് ഉൽപാദകർക്കുള്ള ഒരു സൂചനയാണ്. എന്താണ് ഉൽപാദകർക്കുള്ള സൂചന? ജനങ്ങൾ കൂടിയ അളവിൽ ഗോതമ്പ് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നു. ഈ സൂചന ഇപ്പോൾ ആർക്കാണ് ലഭിച്ചത്? പ്രൊഡ്യൂസർക്കാണ് ലഭിച്ചത്. അയാൾ എന്ത് മനസ്സിലാക്കി? രാജ്യത്തെ ജനങ്ങൾക്ക് ഉയർന്ന തോതിൽ എന്താവശ്യമുണ്ട്? ഗോതമ്പ് ആവശ്യമുണ്ട്. അങ്ങനെ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഉയർന്ന തോതിൽ ലാഭം അയാൾക്ക് കിട്ടും. അപ്പോൾ അയാൾ കൂടിയ അളവിൽ ഉയർന്ന തോതിൽ എന്തുൽപ്പാദിപ്പിക്കും? ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കും. എന്തുകൊണ്ടാണ് ഇവിടെ ഗോതമ്പിന്റെ ഉൽപാദനം അഥവാ ഗോതമ്പിന്റെ ഉൽപാദനവും സപ്ലൈയും വർദ്ധിച്ചത്? ഗോതമ്പിന്റെ വില വർദ്ധിച്ചത് കൊണ്ടാണ്. ഗോതമ്പിന്റെ വില വർദ്ധിക്കാൻ കാരണം എന്താണ്? ഗോതമ്പിന്റെ ഡിമാൻഡ് വർദ്ധിച്ചത് കൊണ്ടാണ്. ഗോതമ്പിന്റെ ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണം എന്താണ്? ജനങ്ങൾ ഉയർന്ന അളവിൽ ഗോതമ്പ് വാങ്ങിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ജനങ്ങളുടെ ആഗ്രഹം എവിടെ പ്രതിഫലിക്കുന്നുണ്ട്? ഉൽപാദനത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ജനങ്ങൾ കൂടുതൽ ഗോതമ്പ് വാങ്ങാൻ ആഗ്രഹിച്ചു, ഉൽപാദകർ കൂടിയ അളവിൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചു. അപ്പൊ ജനങ്ങളുടെ താല്പര്യം ഡിമാൻഡിലൂടെ സപ്ലൈയിലൂടെ പ്രൈസിലൂടെ ആരിലേക്ക് എത്തിച്ചേർന്നു? ഉൽപാദകനിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ഗോതമ്പിന്റെ ഉൽപാദനം വർദ്ധിക്കുന്നതായി കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തിൽ ഏത് സാധനം ഉൽപ്പാദിപ്പിക്കണമെന്നും അത് ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണമെന്നും തീരുമാനിക്കുന്നതിൽ ഡിമാൻഡിനും സപ്ലൈക്കും പ്രൈസിനും വളരെ നിർണായകമായ സ്വാധീനമാണ് ഉള്ളത്. അപ്പോൾ ഈ മൂന്നെണ്ണവും കൂടി ചേർന്ന ഒരു സംവിധാനത്തെ ഡിമാൻഡ്, സപ്ലൈ എന്നിവ ചേർന്ന് വിലയെ നിർണ്ണയിക്കുന്നു. വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കും കാരണം ആരാണ്? ഡിമാൻഡും സപ്ലൈയുമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ വിലയെ നിർണ്ണയിച്ചത് ആരൊക്കെ ചേർന്നിട്ടാണ്? ഡിമാൻഡും സപ്ലൈയും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ ഡിമാൻഡ്, സപ്ലൈ, പ്രൈസ് എന്നിവർ ചേർന്ന ഒരു സംവിധാനമാണ് ഈ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത്. ഇങ്ങനെ ഡിമാൻഡും സപ്ലൈയും കൂടി ചേർന്ന് വിലയിലുണ്ടാകുന്ന മാറ്റത്തെയും വിലയെ നിർണ്ണയിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ആ സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈസ് മെക്കാനിസം അഥവാ വില സംവിധാനം. ഇറ്റ് ഈസ് ദ സിസ്റ്റം where the demand and supply forces determine the price of commodities and the changes therein. വിലയിലുണ്ടാകുന്ന മാറ്റവും വിലയും നിർണ്ണയിക്കുന്നത് ഡിമാൻഡും സപ്ലൈയും ചേർന്നാണ് എങ്കിൽ അത്തരം സംവിധാനത്തെയാണ് പ്രൈസ് മെക്കാനിസം അഥവാ വില സംവിധാനം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എന്തുൽപ്പാദിപ്പിക്കണം, അത് ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് ഡിമാൻഡും സപ്ലൈയും കൂടി ചേർന്നിട്ടാണ് അഥവാ മാർക്കറ്റ് ഫോഴ്സുകളാണ്. അതായത് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റങ്ങളിൽ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസിന് പരിഹാരം കണ്ടെത്തുന്നത് പ്രൈസ് മെക്കാനിസമാണ്.
പ്രൈസ് മെക്കാനിസത്തിൽ ഡിമാൻഡിനും സപ്ലൈക്കും നിർണായകമായ സ്വാധീനമാണ് ഉള്ളത്. ഡിമാൻഡും സപ്ലൈയും മാർക്കറ്റ് ഫോഴ്സുകളാണ്. അപ്പോൾ ഡിമാൻഡും സപ്ലൈയും മാർക്കറ്റ് ഫോഴ്സുകളായതുകൊണ്ട് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമികളെ മാർക്കറ്റ് ഇക്കോണമികൾ എന്ന പേരിൽ കൂടി വിളിക്കുന്നു. സോ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമീസ് ആർ ഓൾസോ നോൺ ആസ് മാർക്കറ്റ് ഇക്കോണമീസ്. ഇനി ഒരു മിക്സഡ് ഇക്കണോമിക് സിസ്റ്റത്തിൽ എങ്ങനെയാണ് സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസിന് പരിഹാരം കണ്ടെത്തുന്നത് എന്ന് പരിശോധിക്കാം. ലോകത്തിലെ ഒട്ടുമിക്ക സമ്പദ് വ്യവസ്ഥകളും മിശ്ര സമ്പദ് വ്യവസ്ഥകളാണ്. അതായത് ഒട്ടുമിക്ക രാജ്യങ്ങളും മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് അഥവാ മിക്സഡ് ഇക്കണോമിക് സിസ്റ്റമാണ് പിന്തുടരുന്നത്. മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം എന്താണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞിരുന്നു. അവിടെ മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും സവിശേഷതകൾ ഒരുപോലെ കാണപ്പെടുന്ന സമ്പദ് വ്യവസ്ഥകളെയാണ് മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം എന്ന പേരിൽ വിളിക്കുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മിക്സഡ് ഇക്കണോമിക് സിസ്റ്റത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇവിടെ കുറെ അധികം വിഭവങ്ങളും ഉൽപാദന സംവിധാനങ്ങളും സ്വകാര്യ വ്യക്തികളുടെ നിയന്ത്രണത്തിലാണ്. അതേസമയം കുറച്ച് ഉൽപാദന സംവിധാനങ്ങളും വിഭവങ്ങളും ആരുടെ നിയന്ത്രണത്തിലും ഉണ്ടാകും? ഗവൺമെന്റ് നിയന്ത്രണത്തിലും ഉണ്ടാകും. അങ്ങനെ രണ്ടു കൂട്ടരുടെയും നിയന്ത്രണത്തിലുള്ള ഉൽപാദന സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകും. ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള മേഖലയെ നമ്മൾ പബ്ലിക് സെക്ടർ എന്ന പേരിലാണ് വിളിക്കുന്നത്. സ്വകാര്യ വ്യക്തികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലയെ നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നു? പ്രൈവറ്റ് സെക്ടർ എന്ന പേരിലാണ് വിളിക്കുന്നത്. മിശ്ര സമ്പദ് വ്യവസ്ഥകളിൽ ഈ രണ്ട് മേഖലകളും പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഒരേ സമയം കാണാനായി സാധിക്കും. പബ്ലിക് സെക്ടറുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ആരായിരിക്കും? സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി ആയിരിക്കും. കേന്ദ്ര ആസൂത്രണ വിഭാഗമായിരിക്കും. നമ്മൾ സോഷ്യലിസത്തിൽ കണ്ടിരുന്നു, അവിടെ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ് പരിഹരിക്കുന്നത് ആരാണെന്ന് കണ്ടിരുന്നു? സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റിയാണ്. എന്നാൽ പ്രൈവറ്റ് സെക്ടറുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പരിഹാരം കണ്ടെത്തുന്നത് ആരായിരിക്കും? പ്രൈസ് മെക്കാനിസം ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, മിക്സ്ഡ് ഇക്കണോമിക് സിസ്റ്റങ്ങളിൽ പ്രൈസ് മെക്കാനിസവും സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റിയും ഒരേപോലെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റിയും പ്രൈസ് മെക്കാനിസവും ഒരുപോലെ പ്രവർത്തിക്കുന്ന സമ്പദ് വ്യവസ്ഥകളെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുക? മിശ്ര സമ്പദ് വ്യവസ്ഥകൾ എന്ന പേരിൽ വിളിക്കുക. ഈ മൂന്ന് സമ്പദ് വ്യവസ്ഥകളിലും സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ് പരിഹരിക്കുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റലിസത്തിൽ ആരുടെ സഹായത്തോടെയാണ്? ക്യാപിറ്റലിസത്തിൽ പ്രൈസ് മെക്കാനിസമാണ് സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസിന് പരിഹാരം കാണുന്നത്. സോഷ്യലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റത്തിൽ സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിലൂടെയാണ് അഥവാ സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റിയാണ് സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസിന് പരിഹാരം കാണുന്നത്. ഒരു മിക്സഡ് ഇക്കണോമിക് സിസ്റ്റത്തിൽ അഥവാ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും അഥവാ സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റിയും പ്രൈസ് മെക്കാനിസവും ഒരുമിച്ച് ചേർന്നാണ് സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസിന് പരിഹാരം കണ്ടെത്തുന്നത്. മൈക്രോ ഇക്കണോമിക്സ് എന്ന ഈ പുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിന്റെ അവസാന ഭാഗത്ത് സാമ്പത്തിക ശാസ്ത്രത്തിലെ രണ്ട് ബ്രാഞ്ചുകളെ കുറിച്ചും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് തരം വിശകലന രീതികളെ കുറിച്ചും ചർച്ച ചെയ്യുന്നു. ആദ്യമായി സാമ്പത്തിക ശാസ്ത്രത്തിലെ രണ്ട് ശാഖകൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഇക്കണോമിക്സിനെ ട്രഡീഷണലായി രണ്ട് ബ്രാഞ്ചുകളിലായിട്ടാണ് നമ്മൾ തരംതിരിക്കാറുള്ളത്. ഒന്ന് മൈക്രോ ഇക്കണോമിക്സ് എന്നും രണ്ടാമത്തത് മാക്രോ ഇക്കണോമിക്സ് എന്നുമാണ്. ഇങ്ങനെ സാമ്പത്തിക ശാസ്ത്രത്തെ രണ്ട് ശാഖകളായി തരംതിരിച്ചത് നോർവീജിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ റാഗ്നാർ ഫ്രിഷാണ്. മൈക്രോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മൈക്രോ എന്ന വാക്ക് ഉത്ഭവിച്ചത്. മൈക്രോസ് എന്ന വാക്കിന്റെ അർത്ഥം സ്മോൾ എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ സ്മോൾ അഥവാ ഇൻഡിവിജ്വൽ ഇക്കണോമിക് യൂണിറ്റ്സിനെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. So, microeconomics is the study of small or individual economic units. ചെറിയ യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനത്തെയാണ് മൈക്രോ ഇക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായി, ഒരു വ്യക്തിയുടെ വരുമാനം എന്താണ്? അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ വില എങ്ങനെ നിർണ്ണയിക്കാൻ സാധിക്കും? ഇങ്ങനെ ഒന്നിനെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് മൈക്രോ ഇക്കണോമിക്സ് എന്ന പേരിൽ നമ്മൾ വിളിക്കുക. ഇനി മാക്രോ ഇക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പരിശോധിക്കാം. മാക്രോ എന്ന വാക്കുണ്ടായത് മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. മാക്രോസ് എന്ന വാക്കിന്റെ അർത്ഥം ലാർജ് എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ ലാർജ് ഇക്കണോമിക് യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ ടോട്ടൽ യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനം, സമ്പദ് വ്യവസ്ഥയിലെ മുഴുവൻ യൂണിറ്റുകളെയും കുറിച്ചുള്ള പഠനത്തെയാണ് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. മൈക്രോ ഇക്കണോമിക്സിൽ നമ്മൾ ഒരു വ്യക്തിയുടെ വരുമാനത്തെക്കുറിച്ച് പഠിച്ചുവെങ്കിൽ മാക്രോ ഇക്കണോമിക്സിൽ ഒരു രാജ്യത്തെ മുഴുവൻ വ്യക്തികളുടെയും
വരുമാനത്തെക്കുറിച്ചാണ് പഠിക്കുക. മൈക്രോ ഇക്കണോമിക്സിൽ ഒരു സാധനത്തിൻ്റെ വിലയെക്കുറിച്ച് പഠിച്ചുവെങ്കിൽ മാക്രോ ഇക്കണോമിക്സിൽ എല്ലാ സാധനങ്ങളുടെയും വില നിലവാരത്തെക്കുറിച്ചാണ് പഠിക്കുക. ദാറ്റ് ഈസ് ജനറൽ പ്രൈസ് ലെവലിനെ കുറിച്ചാണ് പഠിക്കുക. മൈക്രോ ഇക്കണോമിക്സിൽ ഒരു സാധനത്തിൻ്റെ വില എങ്ങനെയാണ് നിർണ്ണയിക്കുക, അല്ലെങ്കിൽ ഒരു ഉൽപാദന ഘടകത്തിൻ്റെ വില എങ്ങനെയാണ് നിർണ്ണയിക്കുക, ഇങ്ങനെ ഒന്നിനെക്കുറിച്ചാണ് പഠിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ വില നിർണ്ണയത്തെക്കുറിച്ചാണ് പഠിക്കുക. അപ്പോൾ മൈക്രോ ഇക്കണോമിക്സിൽ പ്രൈസ് തിയറി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മൈക്രോ ഇക്കണോമിക്സിനെ മറ്റൊരു പേരിൽ കൂടി വിളിക്കുന്നു, പ്രൈസ് തിയറി എന്ന പേരിൽ കൂടി വിളിക്കുന്നു. മാക്രോ ഇക്കണോമിക്സിൽ ടോട്ടലിനെ കുറിച്ചും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചുമാണ് മാക്രോ ഇക്കണോമിക്സിൽ പഠിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ 2 വിശകലന രീതികളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് പോസിറ്റീവ് വിശകലന രീതിയാണ്, അഥവാ പോസിറ്റീവ് അനാലിസിസ് ആണ്. രണ്ടാമത്തത് നോർമേറ്റീവ് വിശകലന രീതിയാണ്, അഥവാ നോർമേറ്റീവ് അനാലിസിസ് ആണ്. ഒരു സംവിധാനം എന്താണ്, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എങ്കിൽ അതിനെയാണ് പോസിറ്റീവ് അനാലിസിസ് എന്ന പേരിൽ വിളിക്കുന്നത്. സോ ഇൻ പോസിറ്റീവ് അനാലിസിസ് വി എക്സ്പ്ലെയിൻ വാട്ട് ഓർ ഹൗ ഡിഫറൻറ്റ് മെക്കാനിസംസ് ഫങ്ഷൻസ്. ഉദാഹരണമായി പ്രൈസ് മെക്കാനിസം എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് വെച്ചാൽ എന്താണ്, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇൻഫ്ലേഷൻ എന്നാൽ എന്താണ്, അതിനുള്ള കാരണങ്ങൾ എന്താണ്, അതെങ്ങനെയാണ് സമ്പദ് വ്യവസ്ഥയിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു സംവിധാനം എന്താണ്, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വിശകലനം ചെയ്യുന്ന രീതിയാണ് പോസിറ്റീവ് വിശകലന രീതി എന്ന പേരിൽ വിളിക്കുന്നത്. എന്നാൽ ഒരു സംവിധാനം നല്ലതാണോ മോശമാണോ, അല്ലെങ്കിൽ ഒരു സംവിധാനം അനുയോജ്യമാണോ യോജിക്കാത്തതാണോ, അഭികാമ്യമാണോ അല്ലാത്തതാണോ എന്ന് വിശകലനം ചെയ്യുന്ന രീതിയെയാണ് നോർമേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇൻ നോർമേറ്റീവ് ഇക്കണോമിക് അനാലിസിസ് we try to understand whether a particular mechanism is desirable or not, whether it is good or bad. ഉദാഹരണമായി പ്രൈസ് മെക്കാനിസം നല്ലതാണോ അതോ അത് മോശമാണോ, സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് നല്ലതാണോ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക്, അതോ സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് യോജിച്ചതല്ലയോ, ഇൻഫ്ലേഷൻ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ലതാണോ അതോ മോശമാണോ. ഇങ്ങനെ ഒരു സംവിധാനം നല്ലതാണോ മോശമാണോ എന്ന് പരിശോധിക്കുകയാണ് എങ്കിൽ അതിനെയാണ് നോർമേറ്റീവ് അനാലിസിസ് എന്ന പേരിൽ വിളിക്കുന്നത്. ഇൻട്രൊഡക്ടറി മൈക്രോ ഇക്കണോമിക്സ് എന്ന ടെക്സ്റ്റിലെ 1ാമത്തെ യൂണിറ്റ് അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.